ഹലോ നമസ്കാരം, എൻ്റെ പേര് അഞ്ജന. വെൽക്കം ടു ലേണിനോ. സോ നമുക്ക് ഫെബ്രുവരി ഫസ്റ്റ് വീക്ക് അല്ലെങ്കിൽ ഫസ്റ്റ് പാർട്ട് കറണ്ട് അഫെയർസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫെബ്രുവരി 1 to 8 തീയതികളിലുള്ള കറണ്ട് അഫെയർസ്. ഓക്കെ, സോ വെൽക്കം ബാക്ക് അഗെയിൻ. നമുക്ക് ഐശ്വര്യമായിട്ട് ഡിസ്കഷനിലോട്ട് കിടക്കാം. ഓക്കെ, സോ ക്വസ്റ്റ്യൻ നമ്പർ 1. കരസേനയിലെ ആദ്യ വനിതാ സുബേദാർ എന്ന നേട്ടം സ്വന്തമാക്കിയത് ആരാണ്? പ്രീതി രജക്, മധ്യപ്രദേശ്. കരസേനയിൽ ചേർന്ന ആദ്യ വനിതാ ഷൂട്ടിംഗ് താരമാണ് പ്രീതി രജക്. ഓക്കെ, സോ ഒന്നും കൂടെ പറയാം. കരസേനയിലെ ആദ്യ വനിതാ സുബേദാർ എന്ന നേട്ടം സ്വന്തമാക്കിയതാരാണ്? പ്രീതി രജക്, മധ്യപ്രദേശ്. കരസേനയിൽ ചേർന്ന ആദ്യ വനിതാ ഷൂട്ടിംഗ് താരമാണ് പ്രീതി രജക് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഇനി രണ്ടാമത്തെ ചോദ്യം. തുടർച്ചയായി 6 കേന്ദ്ര ബഡ്ജറ്റുകൾ അവതരിപ്പിച്ച രണ്ടാമത്തെ ധനമന്ത്രി എന്ന റെക്കോർഡ് നേടിയതാരാണ്? നിർമ്മല സീതാരാമൻ. തുടർച്ചയായി 6 കേന്ദ്ര ബഡ്ജറ്റുകളാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ ധനമന്ത്രി എന്ന റെക്കോർഡ് നേടിയത് നിർമ്മല സീതാരാമൻ. തുടർച്ചയായി 6 കേന്ദ്ര ബഡ്ജറ്റുകൾ അവതരിപ്പിച്ച ആദ്യ വ്യക്തി മുൻ പ്രധാനമന്ത്രി മൊറാർജി ദേശായിയാണ്. സോ ഇന്ദിരാഗാന്ധിക്ക് ശേഷം ബജറ്റ് അവതരിപ്പിക്കുന്ന വനിത നിർമ്മല സീതാരാമൻ എന്ന പ്രത്യേകതയും കൂടിയിട്ടുണ്ട്. സോ ഒന്നുകൂടെ വായിക്കാം. തുടർച്ചയായി 6 കേന്ദ്ര ബഡ്ജറ്റുകൾ അവതരിപ്പിച്ച രണ്ടാമത്തെ ധനമന്ത്രി എന്ന റെക്കോർഡ് നേടിയത് നിർമ്മല സീതാരാമൻ. ആദ്യത്തെ ആരാണ്? മുൻ പ്രധാനമന്ത്രിയായിട്ടുള്ള മൊറാർജി ദേശായി. ഇന്ദിരാഗാന്ധിക്ക് ശേഷം ബജറ്റ് അവതരിപ്പിക്കുന്ന വനിതയാണ് നിർമ്മല സീതാരാമൻ. സോ മൂന്നാമത്തെ ചോദ്യം. 2024 റിപ്പബ്ലിക് ആഘോഷങ്ങളുടെ ഭാഗമായി പുറത്തിറക്കിയ നാണയം 75 രൂപ നാണയം. ഓക്കെ, സോ റിപ്പബ്ലിക് ഡേ ആയിട്ടനുബന്ധിച്ച് 2024 പുറത്തിറക്കിയ നാണയം എത്ര രൂപയുടെയാണ്? 75 രൂപ നാണയമാണെന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. ഇനി നാലാമത്തെ ചോദ്യം. പത്മശ്രീ പുരസ്കാരം ലഭിച്ച ആദ്യ തെയ്യം കലാകാരൻ. പത്മശ്രീ പുരസ്കാരം ലഭിച്ച ആദ്യ തെയ്യം കലാകാരൻ ആരാണ്? EP നാരായണൻ പെരുവണ്ണാൻ. EP നാരായണൻ പെരുവണ്ണാനാണ് പത്മശ്രീ പുരസ്കാരം ലഭിച്ച ആദ്യ തെയ്യം കലാകാരൻ. ഇനി അഞ്ചാമത്തെ ചോദ്യം. ബഹിരാകാശ യാത്രികർക്കായുള്ള ഏഷ്യയിലെ ആദ്യ സ്വകാര്യ പരിശീലന കേന്ദ്രം നിലവിൽ വരുന്നത് മഹാരാഷ്ട്ര നവി മുംബൈയിലാണ്. ഓക്കെ, ബഹിരാകാശ യാത്രികർക്കായുള്ള ഏഷ്യയിലെ തന്നെ ആദ്യ സ്വകാര്യ പരിശീലന കേന്ദ്രം നിലവിൽ വരുന്നത് മഹാരാഷ്ട്ര നവി മുംബൈ. ഓക്കെ, ഇനി ആറാമത്തെ ചോദ്യം. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി നടത്തിപ്പിന് ലൈസൻസ് നിർബന്ധിതമാക്കാൻ തീരുമാനിച്ച സംസ്ഥാനം കേരളം. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി നടത്തിപ്പിന് ലൈസൻസ് നിർബന്ധിതമാക്കാൻ തീരുമാനിച്ച സംസ്ഥാനം കേരളം. ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിൽ ആദ്യമായി തുളസി വനം ആരംഭിച്ച ഇക്കോ ടൂറിസം കേന്ദ്രം കോന്നി ഇക്കോ ടൂറിസം കേന്ദ്രം. കേരളത്തിൽ ആദ്യമായി തുളസി വനം ആരംഭിച്ച ഇക്കോ ടൂറിസം കേന്ദ്രം കോന്നി ഇക്കോ ടൂറിസം കേന്ദ്രം. ഇനി എട്ടാമത്തെ ചോദ്യം. ലോകത്ത് ആദ്യമായി നൈട്രജൻ വാതകം ഉപയോഗിച്ച് വധശിക്ഷ നടപ്പിലാക്കുന്നത് US. ലോകത്ത് ആദ്യമായി നൈട്രജൻ വാതകം ഉപയോഗിച്ച് വധശിക്ഷ നടപ്പിലാക്കുന്നത് US ആണ്. 9th question. 36ാമത് കേരള സയൻസ് കോൺഗ്രസിന് വേദിയാകുന്നത് കാസർഗോഡ്. 36ാമത് കേരള സയൻസ് കോൺഗ്രസിന് വേദിയാകുന്നത് കാസർഗോഡ്. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ. ആദിവാസി ഊരുകളിൽ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമിട്ട് സംസ്ഥാന വനം വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി സ്നേഹഹസ്തം. ആദിവാസി ഊരുകളിൽ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമിട്ട് സംസ്ഥാന വനം വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണ് സ്നേഹഹസ്തം. ഇനി 11ാമത്തെ ക്വസ്റ്റ്യൻ. കേരള കലാമണ്ഡലത്തിൽ നിന്നുള്ള PG വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച മ്യൂസിക് ബാൻഡ് ഏതാണ്? അരക വ്യൂഹം. ശബ്ദകോലാഹലങ്ങളുടെ കൂട്ടായ്മ എന്നാണ് അരക വ്യൂഹം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. കേരള കലാമണ്ഡലത്തിൽ നിന്നുള്ള PG വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച മ്യൂസിക് ബാൻഡ് അരക വ്യൂഹം. ശബ്ദകോലാഹലങ്ങളുടെ കൂട്ടായ്മ എന്നാണ് അരക വ്യൂഹം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി 12ാമത്തെ ചോദ്യം. മുൻ മന്ത്രി KM മാണിയുടെ ആത്മകഥയുടെ പേരാണ് ആത്മകഥ. ഓക്കെ, മുൻ മന്ത്രി KM മാണിയുടെ ആത്മകഥ ഏതാണ്?
ആത്മകഥ തന്നെയാണ്. ഓക്കെ, ഇനി 13ാമത്തെ ക്വസ്റ്റ്യൻ. 2023 ട്രാൻസ്പെറൻസി ഇന്റർനാഷണൽ റിപ്പോർട്ട് പ്രകാരം ആഗോളതലത്തിൽ ഏറ്റവും അഴിമതി കുറഞ്ഞ രാജ്യം ഡെൻമാർക്ക് ആണ്. ഓക്കെ, 2023 ട്രാൻസ്പെറൻസി ഇന്റർനാഷണൽ റിപ്പോർട്ട് പ്രകാരം ആഗോളതലത്തിൽ ഏറ്റവും അഴിമതി കുറഞ്ഞ രാജ്യം ഡെൻമാർക്ക്. 2ാം സ്ഥാനത്ത് ഫിൻലാൻഡ്. ഇന്ത്യയുടെ സ്ഥാനം 93. അഴിമതി ഏറ്റവും കൂടുതലുള്ള രാജ്യം സോമാലിയ. സോമാലിയയിലാണ് ഏറ്റവും കൂടുതൽ അഴിമതിയുള്ളത്. ഏറ്റവും അഴിമതി കുറഞ്ഞ രാജ്യം ഡെൻമാർക്കും. ഇന്ത്യയുടെ പ്ലേസ് 93rd ആണെന്നുള്ളതും നോട്ട് ചെയ്ത് വെക്കുക. ട്രാൻസ്പെറൻസി ഇന്റർനാഷണൽ റിപ്പോർട്ട്. ഇനി 14ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ആർമിയും വ്യോമസേനയുമായി നടത്തുന്ന സൈനിക അഭ്യാസത്തിൻ്റെ പേരാണ് ഡെവിൾ സ്ട്രൈക്ക്. ഇന്ത്യൻ ആർമിയും വ്യോമസേനയുമായി നടത്തുന്ന സൈനിക അഭ്യാസത്തിൻ്റെ പേരാണ് ഡെവിൾ സ്ട്രൈക്ക്. ഇനി 15th ക്വസ്റ്റ്യൻ. 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് ജാനിക് സിന്നർ. ജാനിക് സിന്നറാണ് 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത്. ഇനി 16ാമത്തെ ക്വസ്റ്റ്യൻ. ISRO വിക്ഷേപിച്ച ചെലവ് കുറഞ്ഞ ബഹിരാകാശ പ്ലാറ്റ്ഫോം ഏതാണ്? പോയം 3. PSLV, ഓർബിറ്റൽ, എക്സ്പെരിമെൻറ്റ്, മൊഡ്യൂൾ. ഓക്കെ, പോയം 3. ISRO വിക്ഷേപിച്ച ചെലവ് കുറഞ്ഞ ബഹിരാകാശ പ്ലാറ്റ്ഫോം ഏതാണ്? പോയം 3. PSLV, ഓർബിറ്റൽ, എക്സ്പെരിമെൻറ്റ്, മോഡൽ. പോയത്തിൻ്റെ ഫുൾ ഫോമാണ് POEM അല്ലേ? സോ P for PSLV, O for ഓർബിറ്റൽ, E for എക്സ്പെരിമെൻറ്റ്, M for മൊഡ്യൂൾ. പോയം 3 ആണ് ISRO വിക്ഷേപിച്ച ചെലവ് കുറഞ്ഞ ബഹിരാകാശ പ്ലാറ്റ്ഫോം. സോ 17th ക്വസ്റ്റ്യൻ. 2024 ജനുവരിയിൽ ഒരേ സമയം 3 ഉപഗ്രഹങ്ങൾ വിജയകരമായി വിക്ഷേപിച്ച ഏഷ്യൻ രാജ്യം ഏതാണ്? ഇറാനാണ്. 2024 ജനുവരിയിൽ ഒരേ സമയം 3 ഉപഗ്രഹങ്ങൾ വിജയകരമായി വിക്ഷേപിച്ച ഏഷ്യൻ രാജ്യം ഇറാൻ. ഇനി 18ാമത്തെ ക്വസ്റ്റ്യൻ. ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായ മോണാലിസ എന്ന ചിത്രം സൂക്ഷിച്ചിരിക്കുന്ന മ്യൂസിയം ലൂവർ മ്യൂസിയം, ഫ്രാൻസ്. ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായ മോണാലിസ എന്ന ചിത്രം സൂക്ഷിച്ചിരിക്കുന്ന മ്യൂസിയം ഏതാണ്? ലൂവർ മ്യൂസിയം, ഫ്രാൻസിലാണുള്ളത്. ഇനി 19th ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ കയറ്റുമതിയിൽ ഏറ്റവും കൂടുതൽ പങ്കാളിത്തം വഹിക്കുന്ന സംസ്ഥാനം ഗുജറാത്ത്. ഇന്ത്യയുടെ കയറ്റുമതിയിൽ ഏറ്റവും കൂടുതൽ പങ്കാളിത്തം വഹിക്കുന്ന സംസ്ഥാനം ഗുജറാത്താണ്. ഇനി 20ാമത്തെ ക്വസ്റ്റ്യൻ. മഹാത്മാഗാന്ധിയുടെ എത്രാമത്തെ രക്തസാക്ഷിത്വ ദിനമാണ് 2024 ജനുവരിയിൽ ആചരിച്ചത്? 76ാമതാണ്. 1948 ജനുവരി 30-നാണ് ഗാന്ധിജി കൊല്ലപ്പെട്ടത്. സോ മഹാത്മാഗാന്ധിയുടെ എത്രാമത്തെ രക്തസാക്ഷിത്വ ദിനമാണ് 2024 ജനുവരി 30-ന് ആചരിച്ചത്? 76ാമതാണ്. ഓർത്തു വയ്ക്കുക. ഇനി 21ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വനിതാ പ്രാതിനിധ്യമുള്ള നിയമസഭ ഛത്തീസ്ഗഡ് ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനിതാ പ്രാതിനിധ്യമുള്ള നിയമസഭ ഛത്തീസ്ഗഡ്. സോ 22ാമത്തെ ക്വസ്റ്റ്യൻ. തെരുവോരങ്ങളിൽ ഒറ്റപ്പെട്ടവരെ പുനരധിവസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കോഴിക്കോട് ജില്ലാ ഭരണകൂടം ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ഉദയം. തെരുവോരങ്ങളിൽ ഒറ്റപ്പെട്ടവരെ പുനരധിവസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കോഴിക്കോട് ജില്ലാ ഭരണകൂടം ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ഉദയം. ഇനി 23ാമത്തെ ചോദ്യം. കേരള സാഹിത്യ അക്കാദമി സംഘടിപ്പിക്കുന്ന സാർവദേശീയ സാഹിത്യോത്സവ വേദി തൃശ്ശൂർ. കേരള സാഹിത്യ അക്കാദമി സംഘടിപ്പിക്കുന്ന സാർവദേശീയ സാഹിത്യോത്സവ വേദി തൃശ്ശൂരാണ്. ഇനി 24ാമത്തെ ചോദ്യം. ക്ഷേത്ര പരിസര സമഗ്ര വികസനത്തിനായി സമേലെ എന്ന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഒഡീസ. ക്ഷേത്ര പരിസര സമഗ്ര വികസനത്തിനായി സമേലെ എന്ന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ഒഡീസ. ഇനി 25ാമത്തെ ചോദ്യം. ഇടുക്കിയിലെ കുളമാവിൽ നിന്ന് ഗവേഷകർ കണ്ടെത്തിയ പുതിയ ഇനം ഓന്തിൻ്റെ പേരാണ് വടക്കൻ കങ്കാരു ഓന്ത്. അഗസ്ത്യഗാമ എഡ്ജ് എന്നാണ് ശാസ്ത്രീയ നാമം. അഗസ്ത്യഗാമ എഡ്ജ് എന്ന ശാസ്ത്രീയ നാമമുള്ളത് ഏത് സ്പീഷീസാണെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതൊരു ഓന്താണ്, കങ്കാരു ഓന്ത്, വടക്കൻ കങ്കാരു ഓന്താണ്. ഇടുക്കിയിലെ കുളമാവിൽ നിന്ന് ഗവേഷകർ കണ്ടെത്തിയ പുതിയ ഇനം ഓന്തിൻ്റെ പേരെന്താണ്? വടക്കൻ കങ്കാരു ഓന്ത്. ഇനി 26ാമത്തെ ചോദ്യം. 2024 ജനുവരിയിൽ
വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കർഷക സമരം നടത്തുന്ന യൂറോപ്യൻ രാജ്യം ഫ്രാൻസ് ആണ്. 2024 ജനുവരിയിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കർഷക സമരം നടത്തുന്ന യൂറോപ്യൻ രാജ്യം ഫ്രാൻസ്. ഇനി 27ാമത്തെ ചോദ്യം, ഗ്രാൻഡ് സ്ലാം നേടുന്ന ഏറ്റവും പ്രായം കൂടിയ പുരുഷതാരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് റോഹൻ ബോപ്പണ്ണ. ഗ്രാൻഡ് സ്ലാം നേടുന്ന ഏറ്റവും പ്രായം കൂടിയ പുരുഷ താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് റോഹൻ ബോപ്പണ്ണ. ഇനി 28ാമത്തെ ചോദ്യം, ഔദ്യോഗിക രേഖകൾ പരസ്യമാക്കിയ കേസിൽ 10 വർഷം കഠിന തടവ് ലഭിച്ച മുൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻ ഖാൻ. ഔദ്യോഗിക രേഖകൾ പരസ്യമാക്കിയ കേസിൽ 10 വർഷം കഠിന തടവ് ലഭിച്ച മുൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ആരാണ്? ഇമ്രാൻ ഖാൻ. ഇനി 29ാമത്തെ ക്വസ്റ്റ്യൻ, 2024 വർഷത്തെ ഇന്റർനാഷണൽ കയാക്കിംഗ് ടൂർണമെൻറ്റിൽ വേദിയാകുന്നത് അരുണാചൽ പ്രദേശ്. 2024 വർഷത്തെ ഇന്റർനാഷണൽ കയാക്കിംഗ് ടൂർണമെൻറ്റിൻ്റെ വേദിയാകുന്നത് അരുണാചൽ പ്രദേശ്. ഇനി 30ാമത്തെ ചോദ്യം, 16ാം ധനകാര്യ കമ്മീഷനിൽ അംഗമായ മലയാളി ആനി ജോർജ് മാത്യു. 16ാം ധനകാര്യ കമ്മീഷൻ അധ്യക്ഷൻ അരവിന്ദ് പനഗിരിയ. ഓക്കെ, സോ അടുത്തൊരു പോയിന്റാണ് 16ാം ധനകാര്യ കമ്മീഷൻ അധ്യക്ഷനാരാണ്? അരവിന്ദ് പനഗിരിയ. നമ്മുടെ ക്വസ്റ്റ്യൻ, 16ാം ധനകാര്യ കമ്മീഷനിൽ അംഗമായ മലയാളിയുടെ പേരെന്താണ്? ആനി ജോർജ് മാത്യു. ഓക്കെ, ഇനി 31ാമത്തെ ചോദ്യം, 2024 ഫെബ്രുവരിയിൽ വിക്ഷേപിക്കുന്ന ഇന്ത്യയുടെ പുതിയ കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹത്തിൻ്റെ പേരാണ് ഇൻസാറ്റ് 3DS. 2024 ഫെബ്രുവരിയിൽ വിക്ഷേപിക്കുന്ന ഇന്ത്യയുടെ പുതിയ കാലാവസ്ഥ നിരീക്ഷണ ഉപഗ്രഹം ഇൻസാറ്റ് 3DS. ഇനി 32ാമത്തെ ചോദ്യം, തമിഴ്നാട്ടിൽ നടക്കുന്ന ഖേലോ ഇന്ത്യ യുവജന കായികമേളയിൽ സ്വർണം നേടിയ മലയാളി താരം അലനിസ് ലില്ലി ക്യുബെല്ലോ. തമിഴ്നാട്ടിലാണ് ഖേലോ ഇന്ത്യ യുവജന കായികമേള നടക്കുന്നത്. സോ തമിഴ്നാട്ടിൽ നടക്കുന്ന ഖേലോ ഇന്ത്യ യുവജന കായികമേളയിൽ സ്വർണം നേടിയ മലയാളി താരം അലനിസ് ലില്ലി ക്യുബെല്ലോ. അലനിസ് ലില്ലി ക്യുബെല്ലോ. 33ാമത്തെ ചോദ്യം, 7ാമത് സുഗന്ധ വ്യഞ്ജന ആഗോള സമ്മേളന വേദി കൊച്ചി. 7ാമത് സുഗന്ധ വ്യഞ്ജന ആഗോള സമ്മേളന വേദി കൊച്ചി. 34ാമത്തെ ചോദ്യം, നാടൻ കലാഗവേഷണ പാഠശാലയുടെ സാഹിത്യ ശ്രേഷ്ഠ പുരസ്കാരത്തിന് അർഹനായത് സുഭാഷ് ചന്ദ്രൻ. നാടൻ കലാഗവേഷണ പാഠശാലയുടെ സാഹിത്യ ശ്രേഷ്ഠ പുരസ്കാരത്തിന് അർഹനായത് സുഭാഷ് ചന്ദ്രൻ. ഇനി 35ാമത്തെ ചോദ്യം, സംസ്ഥാനത്ത് മുനിസിഫ് മജിസ്ട്രേറ്റ് മുതൽ സബ് ജഡ്ജി വരെയുള്ളവർ ഏത് ഔദ്യോഗിക സ്ഥാനപ്പേരിലാണ് ഇനി മുതൽ അറിയപ്പെടുന്നത്? സിവിൽ ജഡ്ജി. സംസ്ഥാനത്ത് മുനിസിഫ് മജിസ്ട്രേറ്റ് മുതൽ സബ് ജഡ്ജി വരെയുള്ളവർ ഏത് ഔദ്യോഗിക സ്ഥാനപ്പേരിലാണ് ഇനി മുതൽ അറിയപ്പെടുക? സിവിൽ ജഡ്ജി. 36ാമത്തെ ചോദ്യം, ദേശീയ കുഷ്ഠരോഗ നിവാരണ ദിനത്തോടനുബന്ധിച്ച് കുഷ്ഠരോഗം കണ്ടെത്തി ചികിത്സ ഉറപ്പാക്കാൻ ആരംഭിച്ച ബോധവൽക്കരണ ക്യാമ്പയിൻ്റെ പേരാണ് സ്പർശ്. ദേശീയ കുഷ്ഠരോഗ നിവാരണ ദിനത്തോടനുബന്ധിച്ച് കുഷ്ഠരോഗം കണ്ടെത്തി ചികിത്സ ഉറപ്പാക്കാൻ ആരംഭിച്ച ബോധവൽക്കരണ ക്യാമ്പയിൻ്റെ പേരാണ് സ്പർശ്. ഇനി 37ാമത്തെ ചോദ്യം, ലോക സീബ്രാ ദിനം ജനുവരി 31. ലോക സീബ്രാ ദിനം എന്നാണ് ജനുവരി 31. ഇനി 38ാമത്തെ ചോദ്യം, ആദിശങ്കര ട്രസ്റ്റിൻ്റെ ശ്രീ ശങ്കര പുരസ്കാരത്തിന് അർഹനായത് എസ് സോമനാഥ്. ആദിശങ്കര ട്രസ്റ്റിൻ്റെ ശ്രീ ശങ്കര പുരസ്കാരത്തിന് അർഹനായത് എസ് സോമനാഥ്. ഇനി 39ാമത്തെ ചോദ്യം, കുടുംബശ്രീ ഉത്പാദിപ്പിക്കുന്ന വിഷരഹിത പഴങ്ങളും പച്ചക്കറികളും വിപണിയിൽ ലഭ്യമാക്കുന്നതിനായി ആരംഭിച്ചിട്ടുള്ള ഔട്ട്ലെറ്റുകൾ ഏതാണ്? നേച്ചേഴ്സ് ഫ്രഷ്. നേച്ചേഴ്സ് ഫ്രഷ് കുടുംബശ്രീ ഉത്പാദിപ്പിക്കുന്ന വിഷരഹിത പഴങ്ങളും പച്ചക്കറികളും വിപണിയിൽ ലഭ്യമാക്കുന്നതിനായി ആരംഭിച്ചിട്ടുള്ള ഔട്ട്ലെറ്റാണ് നേച്ചേഴ്സ് ഫ്രഷ് എന്നുള്ളത്. ഇനി 40ാമത്തെ ചോദ്യം, 2024 ജനുവരിയിൽ മഹാകവി പന്തളം കേരളവർമ്മ സ്മാരക കവിത പുരസ്കാരത്തിന് അർഹനായത് കെ രാജഗോപാൽ. 2024 ജനുവരിയിൽ മഹാകവി പന്തളം കേരളവർമ്മ സ്മാരക കവിത പുരസ്കാരത്തിന് അർഹനായത് കെ രാജഗോപാൽ. 41ാമത്തെ ചോദ്യം, ഇന്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഓഫ് കേരള 2024 വേദി തൃശ്ശൂർ. ഇന്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഓഫ് കേരള 2024 വേദി തൃശ്ശൂർ. ഇനി 42ാമത്തെ ചോദ്യം, ചെക്കോവ് ആൻഡ് ഹിസ് ബോയ്സ് എന്ന ചെറുകഥ
സമാഹാരത്തിൻ്റെ രചയിതാവാരാണ്? CV ആനന്ദ ബോസ്. വെസ്റ്റ് ബംഗാൾ ഗവർണറാണ് CV ആനന്ദ ബോസ്. ഓക്കെ, സോ ചെക്കോവ് ആൻഡ് ഹിസ് ബോയ്സ്, ചെക്കോവ് ആൻഡ് ഹിസ് ബോയ്സ് എന്ന ചെറുകഥാ സമാഹാരത്തിൻ്റെ രചയിതാവാരാണ്? വെസ്റ്റ് ബംഗാൾ ഗവർണറായിട്ടുള്ള CV ആനന്ദ ബോസ്. ഇനി 43ാമത്തെ ചോദ്യം, ലോകത്തെ 500 വലിയ കമ്പനികളുടെ ഹാറൂൺ 2023 പട്ടികയിൽ ഇന്ത്യയിൽ നിന്നും ഒന്നാമതായിട്ട് എത്തിയത് ഇതാണ്, റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ്. ലോകത്തെ 500 വലിയ കമ്പനികളുടെ ഹാറൂൺ 2023 പട്ടികയിൽ ഇന്ത്യയിൽ നിന്നും ഒന്നാമതെത്തിയത് റിലയൻസ് ഇൻഡസ്ട്രീസ്. 44ാമത്തെ ചോദ്യം, 2023 ലോക കുഷ്ഠരോഗ ദിനത്തിൻ്റെ പ്രമേയം, തീം എന്താണ്? ബീറ്റ് ലെപ്രസി. ബീറ്റ് ലെപ്രസി. 2024 ലോക കുഷ്ഠരോഗ ദിനത്തിൻ്റെ പ്രമേയം ബീറ്റ് ലെപ്രസി. 45ാമത്തെ ചോദ്യം, ദേശീയ അണ്ടർ 23 വനിതാ ഏകദിന ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ കിരീടം നേടിയതാരാണ്? കേരളം. ദേശീയ അണ്ടർ 23 വനിതാ ഏകദിന ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ കിരീടം നേടിയത് കേരളം. ഇനി 46ാമത്തെ ചോദ്യം, പുതിയ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ആരാണ്? ചമ്പൈ സൊറൻ. ചമ്പൈ സൊറനാണ് പുതിയ ജാർഖണ്ഡ് മുഖ്യമന്ത്രി. ഇനി 47ാമത്തെ ചോദ്യം, പുതിയ കണക്കുകൾ പ്രകാരം നിലവിൽ 2024 ഇന്ത്യയിലെ റാംസർ സൈറ്റുകളുടെ എണ്ണം 80. പുതിയ കണക്കുകൾ പ്രകാരം നിലവിൽ, അതായത് 2024 ഇന്ത്യയിലെ റാംസർ സൈറ്റുകളുടെ എണ്ണം 80 ഇനി 48ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റാംസർ സൈറ്റുകളുള്ള സംസ്ഥാനം തമിഴ്നാടാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റാംസർ സൈറ്റുകളുള്ള സംസ്ഥാനം തമിഴ്നാട്. ഇനി 49ാമത്തെ ചോദ്യം, 2024 ലോക തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം തണ്ണീർത്തടങ്ങളും മനുഷ്യക്ഷേമവും, വെറ്റ്ലാൻഡ്സ് ആൻഡ് ഹ്യൂമൻ വെൽബീങ്. 2024 ലോക തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം തണ്ണീർത്തടങ്ങളും മനുഷ്യക്ഷേമവും, വെറ്റ്ലാൻഡ്സ് ആൻഡ് ഹ്യൂമൻ വെൽബീങ്. ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 50ാമത്തെ ക്വസ്റ്റ്യൻ, ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2. ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2. ഓക്കെ, സോ നിങ്ങൾക്ക് മെയിനായിട്ട് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല സ്റ്റേറ്റ്സിൻ്റെയും CM മാറിയിട്ടുണ്ട്. സോ അതൊക്കെ നിങ്ങൾക്ക് കറണ്ട് അഫെയർസ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ ഏതൊക്കെ സ്റ്റേറ്റ്സ് ആണ് പുതിയതായിട്ട് CM മാറിയിട്ടുള്ളതെന്നുള്ളത് നോട്ട് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് പഠിക്കുക. ഓക്കെ, സോ എല്ലാ സ്റ്റേറ്റ്സും അതിൻ്റെ ക്യാപിറ്റലും CM നെയിമും ഗവർണർ നെയിമും ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. മെയിനായിട്ട് ഇപ്പോൾ മാറിയിട്ടുള്ള CMs, കുറേ സ്റ്റേറ്റ്സിൻ്റെ CM മാറിയിട്ടുണ്ട്, അത് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക, അത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ എല്ലാവരും നന്നായി പഠിക്കുക. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.